ഹലോ, ഇന്ന് ഞാൻ എന്റെ കിച്ചണിലല്ല കേട്ടാ. ഞാൻ എന്റെ ഇത്താടെ വീട്ടിൽ വന്നപ്പോ ഇവിടെ പിള്ളേരെ അടിപൊളിയായിട്ട് പാനിപൂരി ഉണ്ടാക്കുന്നു. എന്നാ പിന്നെ കുറച്ചേരം ഇവിടെ നിന്ന് ഒരു പാനിപൂരിയൊക്കെ കഴിച്ചിട്ട് വന്നത്. ഐഷ അടിപൊളിയായിട്ട് പാനിപൂരിയൊക്കെ ഉണ്ടാക്കും. റെസിപ്പിയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇതെന്തിനാടി? കിഴങ്ങ് ഇതിന് ഫില്ലിങ് വെക്കാൻ വേണ്ടിട്ട്. ഇതെന്തുവാ? സോസ് ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ പാനിപൂരിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിട്ട് ഞാൻ നമ്മുടെ സ്ലാബിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇവരുടെ വീട്ടിലെ ഈ ഒരു ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നമ്മുടെ വീട്ടിലും കൂടെ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. നല്ല രസമുണ്ട്. രാത്രിയൊക്കെ പാചകം ചെയ്യാൻ നല്ല ഭംഗിയില്ലേ, നല്ല രസമില്ലേ അടുക്കള കാണാൻ. അങ്ങനെ നമ്മുടെ ആ സോസ് അടിപൊളി തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണേ. ടേസ്റ്റ് ചെയ്തിട്ടില്ല, കണ്ടപ്പം അടിപൊളിയാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ പാനിപൂരിയിലെ പാനി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇതെന്തൊക്കെയാ കഴിച്ചാൽ അതിനകത്ത്? ഇത് പുതിനയില ഉണ്ട്, മല്ലിയില ഉണ്ട്, ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിന്റെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഐഷ ഭയങ്കര പാചകത്തിൽ നടക്കുകയാണ്. ഐഷയുടെ പാനിപൂരി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോയും സവാളയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകവും ഇട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പാനി ശരിയായിട്ടുണ്ട്. സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. മുളക് പൊടി നമുക്ക് പിന്നെ ഇങ്ങനെയൊന്ന് കൊട്ടേഷൻ അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇതിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇത് എന്നല്ല, നമ്മുടെ പാനിപൂരിയുടെ ബോളിട്ട് പൊരിച്ചെടുക്കുകയാണ്. പാനിപൂരിയുടെ ബോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇതിന് തട്ടിപ്പൊട്ടിക്കണം അല്ലേ? തട്ടിപ്പൊട്ടിച്ച് ഫില്ലിങ്സ് ആക്കിയതിനു ശേഷം കഴിക്കണം. അപ്പൊ കഴിക്കുമ്പോൾ വീടെടുക്കാം. നമ്മുടെ പാനിപൂരിയുടെ ഫില്ലിംഗ് ഒക്കെ നടക്കാൻ പോവാണ്. എല്ലാം റെഡി ആയിരിക്കണം. അതിന്റെ ആളും കൂടെ വരട്ടെ കേട്ടോ. അപ്പൊ ഇതിങ്ങനെ പൊട്ടിക്കണം അല്ലേ? ആദ്യം നമ്മുടെ പാനിപൂരിയുടെ ഈ സാധനം ഇങ്ങനെ അടിച്ച് താഴോട്ട് പൊട്ടിക്കണം കേട്ടോ. ഓക്കെ. ഇവിടെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. ഡെയിലി ഉണ്ടാക്കാറുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം പാനിപൂരി കഴിക്കണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ പോയി 40-60 രൂപ എടുത്ത് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇതിപ്പോ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും അറിയുന്നത്. ഇതെന്തോ നമ്മൾ വെക്കുന്ന ആദ്യം പൊട്ടാറ്റോ ഫില്ലിങ് വെക്കുകയാണ്. ഓക്കെ. സോസ് വെച്ചു. എന്നിട്ട് പിന്നെ നമ്മള് അതിന്റെ ആ സോസ് ഒഴിക്കണം കേട്ടോ. ഇതില് പിന്നെ പാനിപൂരി കഴിക്കാനുള്ള ടെൻഡൻസി കൂടി വരികയാണ് കേട്ടോ. സെറ്റ്. അപ്പൊ ഇതാ ഫില്ലിങ്സ് മൊത്തം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പാനിപൂരി ഇപ്പൊ കഴിച്ചാൽ എനിക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കട്ടാക്കിയത്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ പാനിപൂരി അടിപൊളിയാണ്. ഐഷയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പം അത്രയൊക്കെയുള്ളൊക്കെ ബൈ.